ഞാൻ അധിക്ഷേപിച്ചാലല്ലോ, അവർ ഇടിച്ചു കയറിയല്ലേ, അവർ കഥ പൊളിക്കായിരുന്നു. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് അവര് പിന്നെ ഈ കഥ ഇടിച്ചു തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈംഗിക ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണെന്നൊക്കെ അതായിരുന്നു കാര്യം. അതായിരുന്നു അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് കാണാൻ വേണ്ടിയാ, വേറൊന്നുമല്ല. അതായിരുന്നു അട്രാക്ഷൻ. അതായിരുന്നു. ഞാനിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അന്ന് പറയുന്നത് മനസ്സിലാക്കൂ. പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി വരട്ടെ. പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു. പാസ് വിതരണം ചെയ്യുന്നത് വെച്ചാൽ അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സിസ്റ്റം. അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം, അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാവുന്നത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് പഠിപ്പിച്ചു. അങ്ങനെയാണെന്ന് അത് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നത്. കാരണം സിനിമയിൽ ജനുവിനായി താല്പര്യമുള്ളവർ അകത്ത് കയറാൻ ഒക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് കയറുന്നവരാണ്, ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത്. അതുണ്ടാവരുത്, തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണത്. ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണെന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് അവരെ കണ്ടിട്ടില്ലേ, എനിക്ക് അവരെ അറിഞ്ഞും കൂടാ. അത് ആളുകൾ പറഞ്ഞതാണ്. പക്ഷെ അത് സാർ വ്യക്തത വരുത്താതെ ആ ഒരു സമൂഹത്തെ മുഴുവൻ, കാരണം പല ആളുകളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ ഒന്നോ രണ്ടോ അവര് ജനുവിനായ താല്പര്യമുള്ളവർ കാണും. പക്ഷെ അവർ വന്നിട്ട് ആ ഡോർ അങ്ങനെ ആക്ഷിക്കുന്നു. അവർ ചെയ്ത ക്രിയയെ പറ്റി ഞാൻ പറഞ്ഞത്. അവരല്ലോ ചിലപ്പോ ഇപ്പൊ ചാലയിലെ ജീവനക്കാർ എന്ന് പറഞ്ഞ് തള്ളിക്കേറിയാൽ സാറിനത് പറയാം. അതിൽ ആൾക്കാർ ആരെങ്കിലും വന്ന് കയറിയാൽ ചാലയിലെ ജീവനക്കാർ മുഴുവൻ അല്ലെങ്കിൽ അന്ന് അവിടെ പറഞ്ഞതാണ് ആളുകൾ. അത് സാറ് വെരിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഞാനങ്ങ് വെരിഫൈ ചെയ്യുന്ന ആളുടെ പോരത്തിനും ചോദിക്കോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത്. ആളുകളുടെ രഹസ്യമായിട്ടല്ല, ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പറയുമ്പോൾ നേരിട്ട് അഫക്ട് ചെയ്യുന്നത് ചാലയിലെ തൊഴിലാളികളെ പറ്റി അല്ല പറഞ്ഞത്. അങ്ങനെയല്ല. വിവാദിക്കണേ വിവാദിച്ചോളൂ. താങ്ക് യു. സാർ, ഒരു കാര്യം കൂടി, ഈ പാർശ്വവർഗ സമൂഹത്തിലുള്ള വിഭാഗത്തിലുള്ളവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ അവസരം സർക്കാർ ഒരുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പകളും വെക്കണമെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അത് കടമ്പയല്ല. നിങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇനി ആവർത്തിക്കണോ ഇതല്ല? നിങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഇത്രയും പേര് കേട്ട് നിൽക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു. മതി. പ്രായോഗികമാണ്. 1.5 കോടി രൂപയ്ക്കൊക്കെ ഒരു സിനിമ ഇപ്പോൾ നടക്കും, ചെയ്യാൻ പറ്റും. 10-15 ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുപ്പക്കാർ പണം എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടെ? നിങ്ങളെ അല്ല അങ്ങനെ പിന്നെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ 10, 15, 20 മാക്സിമം 20 ലക്ഷം വരെ പോകും. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല. എനിക്കറിയാവുന്നതിൽ നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് മനസ്സിലാക്കണം. അല്ല, ഞാൻ ചുമ്മാ ഒരു വിടുവ പറയുകയല്ല. കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഇപ്പോഴും പണ്ട് പ്രോസസ്സിംഗ് ഉണ്ടായി. ഇപ്പൊ പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമ്മളൊരു ക്യാമറ എന്റെ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത്. അതിന് 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ജനുവിനായിട്ട് പണം എടുക്കണം എന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല. അതിന് അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണം. പക്ഷെ കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല. കൊമേഴ്സ്യൽ സിനിമ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ്. അത് ഗവൺമെന്റിന്റെ സഹായവും പിന്നെ പിന്തുണയൊന്നും അതിന് ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ. പക്ഷെ അതിന് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം പൊതുഗുണത്തിന് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ്. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല കാലം കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക്, വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അവരൊക്കെ ഉള്ളായിരുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ്.